ഭക്തരെ, മങ്കര ശ്രീകാളികാവ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 6ാം ഭാഗം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ഭക്തിയോടുകൂടി കാണുക. ശ്രീമദ് ഭാഗവതം എല്ലാവരും പഠിക്കുക, നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കുക. ഇതിനു മുമ്പുള്ള 5 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക. കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം തയ്യാറാക്കിയ മങ്കര കാളികാവിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ചിത്രീകരണങ്ങളും കാണുമല്ലോ. ഹരി ഓം. ചെയ്തുപോയെങ്കിലും മാപ്പാക്കി എന്നെയും കാത്തിടേണേ. കുറ്റങ്ങൾ എത്രയോ ചെയ്തുപോയെങ്കിലും മാപ്പാക്കി എന്നെയും കാത്തിടേണേ. കുട്ടുണ്ട് കുമ്പുണ്ട് കുഴലൂത്തുണ്ട്, കാളിക അമ്മയ്ക്കും നാറാട്ടുണ്ട്. മാറി വരുന്നൊരു കാലങ്ങളെത്രയോ പാപങ്ങൾ ചെയ്തു ഞാൻ കാലം പോക്കി. മറുജന്മമെങ്കിലും ചേവടി ചേരുവാൻ കാളിക അമ്മേ കനിഞ്ഞിടേണേ. മാറി വരുന്നൊരു കാലങ്ങളൊക്കെ പാവങ്ങൾ ചെയ്തു ഞാൻ കാലം പോക്കി. മറുജന്മമെങ്കിലും ചേവടി ചേരുവാൻ കാളിക അമ്മേ കനിഞ്ഞിടേണേ. ഏറ്റു പറയുന്ന പാപങ്ങൾ കേൾക്കണേ, ഏഴകൾക്കാശ്രയം നൽകുമമ്മേ. ഏഴാഴിയിൽ പോയി മുങ്ങിയാൽ തീരില്ല എന്നുടെ പാപങ്ങൾ തമ്പുരാട്ടി. കുട്ടുണ്ട് കൊമ്പുണ്ട് കുഴലൂത്തുണ്ട്, കാളിക അമ്മയ്ക്ക് നാറാട്ടുണ്ട്. ആത്മാവിൽ നൊമ്പരമറിയാതെ നിൻ മുൻപിൽ അശ്രബിന്ദുക്കളായി തീരുകയായി. ആരാരുമില്ലാത്തൊരടിയനെ നീ അംബികേ, നിന്നെ നീ കാത്തിടേണേ. അംബികെ അരികത്തണച്ചിടേണേ. ആത്മാവൻ നൊമ്പരം അറിയാതെ നിൻ മുൻപിൽ അശ്രബിന്ദുക്കളായി തീരുകയായി. ആരാറുമില്ലാത്തൊരടിയനെ നീ അംബികെ അരികത്തൊന്നു അണച്ചു കുലുകിടേണേ. കുട്ടുണ്ട് കൊമ്പുണ്ട് കുഴലൂത്തുണ്ട്, കാളിക അമ്മയ്ക്ക് നാറാട്ടുണ്ട്. കൂട്ടാവെടിയുണ്ട് നാർപ്പുമുണ്ട്, കാളിക അമ്മയ്ക്ക് കൊടിയേറ്റിന്നെ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ഓം ശ്രീ മഹാദേവ്യേ നമോ നമഃ. ആമേൻ.
സഞ്ജയോഹര്യം കായം പ്രാതത്വവേദയ്ക്കാം ഐക്യമാകൃത്യമാക്കിനാവുകേർവജ്ഞാത സകൃന്നോചായവലോകാണാവിനായം ആരാധയെന്ന് ദേശോദിക്കേജയം പത്മാവരെ ഹൃദയവിലബോധാനീനാസന്നതിസ്ലായി സന്തോഷവര അവസ്വാധ്യായ സംജവേദ്യാദോക്ഷയോഗീനോ തസ്യവും ജലചിത്തം മഹായോഗീനാവലിയായോ മനുദ്രശ്രാത്മായ പുരന്തോജ്ഞാതാതത്വയസ്മൃതിരാധരെ അമോവിചങ്കിനോപിന്മന്നാരവേദദ്വിധാനം വസന്തവയാനൗനയെ പ്രേഷയാമസാരസ്വമോദോദഭ ദേവൈബ്രദാശ്രമജഗോഹിമാ ദേവാശ്രമകരേവ ചിത്രാഖ്യാതിരാവിബോധദാശ്രമോദം പുണ്യത്തിനാഞ്ചിതം പുണ്യത്തിലാകിരണം പുണ്യാവരാശയം മത്തപ്രവണങ്കിരം മത്തലോകം മത്തവൈനാളോ മത്തദ്വരാവലമായി ആദായ പരിശോ വാവു തമ്പയൻ ഗോപകുമാരാജീവനോദർവൈകിതവാദിത്രയോഹയ ചക്രീകരാഹ സൂക്ഷ്മം സ്വജിരം സ്വരാധവന്നോഹനേശത്തെ തൈതമഹോർവന്തോസത്തെ സാമനേമാനോ പ്രബോധ്യാഹിവാഗ്ഭ്രാന്തൻ ദർശിതോഹാമനീയഭാവം വിഷ്ണുവാദിശേഷം ഭഗവാൻ സർവാൻ ബ്രഹ്മസേവിസ്വരം തസ്യൈവം ചിത്തം തവ സ്വാധ്യായ സംജനീയനുഗ്രഹായാവരാതിയിൽ നരനാരായണോ ഹരി സർവത്ര ഗോവിന്ദനാമംഗീർപ്പണം കമണ്ഡലും ദണ്ഡവശം വേണം പത്മാക്ഷമാരാമം വേറെ സാക്ഷാത്വയവരോപിണാലോകെടുത്തും വിപുലരേഷമാരോപേന്ദ്രനാരായണ നാമാങ്കേന ഗരിഷ്ഠാവിലമക്കതയിൽ മാർക്കണ്ഡേയ വാച കിം വർണ്ണയേതാവു സംസ്കന്ദനേതരവാങ്മനേന്ദ്രിയാണി ബന്ധന്തേയർഗാമു നാനാവിധേദം തസ്യാവിധം കർമ്മഗുണകാലസ്പശന്തി തസ്മൈ നമോ ഭഗവതേ പുരുഷായ പുണ്യേശ്വരദേവദേവായ നാരായണായ ശ്രീനരോത്തമായ സയ്യദീകമീശ്വരായ യമ്മൈനവേദസാക്ഷരേ തന്തംസുലേഷു ന്യായതന്മായാമൃതംസൗ ഏവ സാക്ഷാൽ ആദ്യസ്ഥമാവിരോഗാദ്യവേദം പ്രകാശം മുഖ്യന്യവരായുണ്ട തം സർവമാനവിഷയപ്രതിരൂപനീയം വന്ദേ മഹാവിഷമാൽ പരികൂടബോധം അയ്യോ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വരമത്സ്യായ ദ്വാദശം ദേവനോധ്യായ സർവത്ര ഗോവിന്ദനാം
പിതൃമാതൃഭാഗം പത്മഗർഭാർവാംഗം നൃത്യമാസാവലോകനം ശ്വാസേജലോദരം ചാർവങ്കുലിഭ്യാം വാണിഭ്യാം ഉന്നീയകരാംബുജം മുഖേന്ദ്രോ നയന്തം വിദ്യുവിദ്വിധാം തദ്രക്ഷണാൽ വീതപരിചമോ മുദാ ഭോത്പുല്ലഘൃത്പത്മവിലോചനാംബുജഃ പ്രയുക്തരോമാദ്ഭുതപ്രാപശങ്കിതഃ പ്രഷ്കം പുരസ്കം പ്രസുതാരപാലകം താർവചിചോർവൈ സ്വസിതേന ഭാഗവാൻ സ്വന്തശരീരം അശുഭോ യഥാവിശൽ തത്രാപുദോ നിസ്തമചസ്തകുസ്നശോ യഥാ പുരാ മുഖിതതീവ വിസ്മിതഃ ഖം രോദസീപഗണാനത്രിസാഗരാൻ ദീപാൻ സുഭക്ഷാംഗുവത്സുരാസുരാൻ അനാനി ദേശാൻ ചരിതപുരോഗരാൻ പുരാഗരാൻ ഏതാൻ മദാൻ ആശ്രമവർണ്ണവൃത്തേഹാൻ അഹാന്തിഭൂതാന്യതർഭൗതികാന്യസോകാലം ജനായുഗകൽപ്പകൽപ്പനം യത്കിഞ്ചിതന്യ വ്യവഹാരകാരണം ദദർശ വിശ്വം സതിവാപുപാക്ഷിതം ഹിമാലയം പുഷ്പവഹാം തദാം നദീം നിജാശ്രമം തത്ര കൃഷീന പശ്യ വിശ്വം വിഭജ്യൻ സുഷിതാർത്തിജോർവൈ ഭഗ്യർനിരസ്തോ ഉപതല്ലയാദ്രോ തത്പിൻ പൃഥിവ്യാഹ കകുതി പ്രയൂഢം വടഞ്ചത പൂർണ്ണപൂർണ്ണപുണേത്തയാനം ഭോഗഞ്ചത പ്രേമസുതാത്മികേന നിരീക്ഷിതോപാംഗ നിരീക്ഷണേന അതതം ബാലകം വീക്ഷണയത്രാഭ്യാം ദൃഷ്ടിതം ഗതിം അത്യാതൽ സംകീർത്ത പരിഷ്കൃത്വമദോക്ഷജം താവൽത്ത ഭഗവാൻ താട്ടാൽ യോഗാധീശോ ഗുഹാശൈഹ അന്തർദതകൃഷേ സദ്യോ യഥാഹാനീശനിർമ്മിതാഃ അന്നതപടോ ബ്രഹ്മൻ സലിലം ലോകസംപ്രവകാതിരോധായി ജനാദസ്യ സ്വാശ്രമേ പൂർവവത്സരഃ ശ്രീ ഹരേ നമഃ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഭാഗം ചന്ദ്രമിയായ ദ്വാദശസ്കന്ധേ ശിവായ നമഃ 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 ശിവായ തസ്മൈ സർവജ്ഞാം നരതാൽ സഗണായ സഹോമയ ആവിരാത്മാനുഭാവേന നമഃ ശിവായ ശാന്തായ സത്വായ പ്രകടായ सूरवाच एवं सुदर्श भगवान आदि देवस्तरां गतिपतित्या प्रसन्नात्मा प्रसन्नं अवाचनां श्री भगवान वाच परमनिचन गामं मेरे भरदेशा वयं देह अमोघं दर्शनं येषान् भक्त्यो यद्विन्दते मृगं रामणाः चारोगाचान्ता निस्सङ्गाः भूतवत्सराः एकान्तभक्तात्मासु निर्वैराः तमदर्शिनः स लोकालोकपालास्तान् तदन्तुर्चन्ति वासते अहं च भगवान् ब्रह्मा स्वयं च कलिरीश्वरः न ते मय्यच्युते विदामन्नुविचक्षुते आत्मनश्च जनश्चापि तद्विस्मान् वयमेवहे न गम्यानि दुष्टानि न देवा चेदनोचिताः हे पुनन्दुर्गानेन यूयं दर्शनमात्रतः ब्राह्मणेभ्यो नमस्यामो यस्मद्रूपं त्रयीमयं विप्रत्यात्मसमाधानः तव स्वाध्याय संयमैः श्रवणादर्शनाद्वापि अहापादकिनो विभा शुद्धेरन्यन्तिजाक्षापि किमु सम्भाषणादिभिः सूदौवाच इति चन्द्रललामस्य धर्मगुह्योपगीतं वजोमृदाय तृप्यकर्णयो विभन् शगिरं मालया विष्णोर्ब्राह्मितः कश्चिदो वृषम् शिवावागदत्तक्लेशपुञ्जकमब्रवीद ऋषिरुवाच अहो ईश्वरीलेयं दुर्विभाव्याचरीर्णं यन्नमन्ति चिदव्यानि सुवन्ति जगदीश्वराः धर्मं ग्राहीतं प्रायः प्रवक्तारक्षतेनाम् आदर्यन्तनुमोदन्ते क्रियमाणं सुवन्ति च नैतावता भगवद्गात्रमायामयवृत्तभिः न दुष्येतानुवादतैः मायनः कुगकं यदा सत्वेदं मनुषाविश्वम् आत्मनानुपवृक्ष्येव गुणैः स्फुर्भिर्यापादि कर्तेव स्वप्नदृग्यतां तस्मै नमो भगवते नमः नमः कृष्णाय वेदसे ब्राह्मणेभ्यो नमस्कृत्य धर्मान् स्वकीये सनातनान् एतद्वाक्कथितं विप्रा विष्णोश्चैवमद्भुतं भवद्भिर्यदहं पृष्टो नराणां पुरुषोचितम् अक्रमण्यत्र साक्षात् सर्वपाहरो हरि नारायणो श्रीकेशो भगवान् भक्तवं हरि
ബ്രഹ്മവരംഗുഹ്യം ജഗതപ്രവാഹയം ജ്ഞാനം തത്വാജ്ഞാനം ഗോത്രം വിജ്ഞാനസംയുതം ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ജഗദാശ്രയം ആരീശ്വരവാഖ്യാനം നാരദാഖ്യാനമേവ പ്രായോപവേശോരാജർഷേർപ്രതാവാൽ പരീക്ഷിത ശുഭസ്യ ബ്രഹ്മർഷവസ്യ സംവാദസ്യ പരീക്ഷിത യോഗധാരണയോത്ക്രാന്തി സംവാദോ നാരദാദയോ അവതാരാനുഗീതന്ത്രസഹസ്രപ്രാഹാരികോ കൃത വിദുരോദ്ധവ സംവാദകർത്തൃവൈത്രേയവ സദാ പുരാണസംഹിതാപ്രശ്നോഭാപുരുഷസന്ധിരി തരപ്രാണതിവസർഗസപ്തവൈകൃതിനാശയേ തതോ ബ്രഹ്മാണ്ടസംഭൂതിർവൈരാജ പുരുഷോ യഥാ മാനസ്യസ്ഥൂലസൂക്ഷ്മസ്യാദി പദ്മതമുൽഭവ ഭോക്തനയം ഭോജനഹിരണ്യാക്ഷവസോയവ ഊർധ്വനിജലമസർഗസ്തുതർശദേവനാം അക്തനായീനരസ്നാഥാനിസ്വാമിഭോഗനം ശതരൂപാണ്യാപീണാദ്യാപ്രതിരുത്തമ സന്താനോ അവതാരോ ഭഗവതഃ മഹാത്മന ദേവഭൂത്യാസംഹാരകവിരേന്ദ്രജീവന നവബ്രഹ്മണമത്വത്യക്ഷയന്തേനാശം ധ്രുവസ്യേനം വസ്യാൽകൃതോത്രാദീനവിഹിഷാ നാരദസ്യ സംവാദസ്ഥലപ്രയ്യപുരന്യാം നാമേ സതോരജനം ഭവസ്യ വരദസ്യ ജീവവക്ഷസമുദ്രാം കീർത്യപവർദ്ധനം യോനിശക്രസ്യം സാരം വാമാനരസ്തി യക്ഷജന്മപ്രേരോഗ്യസൽപുത്രീണാം ദസന്തതി യതോ ദേവാസുരനാദിവ്യം ഭക്തഭാഗയ വാസ്വസ്യ ജന്മദിനം പുത്രയോസ്തേതിരാവ ദൈത്യേശ്വരസ്യം പ്രഭാതസ്യ മഹാത്മന മന്യന്തരാനുവദനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്യന്തരാവതാരാസ്യാവിഷ്ണോർഷിയായ കൗമക്കാന്യന്തരം മാസ്യം വാമനം തജലപരേ ക്ഷീരോദോദനം നന്ദനമൃതാർത്ഥേരിവവസാം ദേവാദോഹായുധം രാജവംശാനുയർത്തനം വിശ്വാം ജന്മദത്തം സസ്യം നസ്യ മഹാത്മന വിളവവാക്യാനോത്രോക്തം കാലോവാക്യാനമേവ സൂര്യവംശാനുവദനം ശാരാദ്യാനുകാര്യ സൗവന്യം ജാതജാതേ ഗൗസ്തസ്യ ധീമത ഖട്വാംഗസ്യ രാമസ്യ ഗോസലേന്ദ്രസ്നാചര്യം നിർവിഷാവഹം നിമേരംഗവൈദ്യാഗോജനവാനാം സംഭവ രാമസ്യ മഹേന്ദ്രസ്യ നക്ഷത്രഗണം ഭവ അയസ്യ നോമവംശസ്യ ദൗഷന്ദേവസ്യാമീശന്തരസ്വരസുതസ്യ യഥാനേതേകപുത്രസ്യാവിനോർവംശോരികത്തിത യത്രാവതീർണോ കൃഷ്ണാഖ്യോ ജഗദീശ്വര അസുരേവ തസ്യാമാന്യവാനാനി കൃത്യാന്യതരത്തിര ഉദരാനവയപ്പാനം ശരണോച്ചാരണം ദിശോ പ്രണാവർത്തസ്യ നിഷ്പേഷസ്തദൈവ കൽസയോ ഭോവാനന്ദവയത്രാനന്ദവാസേ ധനം വാടിയസ്യാഭേദമാകരണം ഹൃദയജ്ഞാനം യതോചോതേ പ്രസാദോയവതീഭ്യോ പ്രാണാംഗാനം ഗോവർദ്ധനപ്രാണാംഗാസസവേദ വിജ്ഞാനവേദം കൃഷ്ണസ്യ ദേവി കേദാനരാത്മനു ശങ്കരോണസുരപുത്രേർവദോയസ്യ കേശിനം അത്രോ യാഗനം വസ്യാൽപസ്ഥാനം രാമകൃഷ്ണയോ ശ്രീനാം ലാഭസ്ഥാം ദധാനോവനന്ദന ഗജമുഷികലാമൂലം സ്വാമീനാം ജയോദ പ്രദസ്യാനേനം സൂനോഹനം ശാന്തിവലയോ മധുരായാം യുവസാരിയസ്യം പ്രമുഖവരാമാഭ്യാം യുവേനാനാം യഥാസംഗതമായി ദൈന്യസ്യ ഉദോവദ ഭാരതം യവനേന്ദ്രസ്യാപുഷക്കല്യാകേശനം ആദാനം ഭാര്യാവസ്യ ചർമായാവ്യ രുക്മിണ്യാഹരണം യുക്തേ ഹരശർമ്മണം യുക്തേ മാനസ്യവൃന്ദനം രാഷ്ട്രവൃന്ദനം ഹരണം ചെയ്ത് ചൈത്യവം ഗർഗാജാനാം ദന്തവക്രസ്യ രുക്മതേ ശമ്പലോലിലഭ്യോപുരം പണ്ഡിതനായ മഹാത്മ്യവരശേഷാമാരാണസ്യാത്മനാഥനം ഭാരാവകരണം ഭൂമേ അഗ്നിവിദ്യീകൃത്യ പാണ്ഡവാൻ വിപ്രജാപാവദേശേന സംഹാരസ്വരസ്യ ഉദ്ധവസ്യ ബ്രഹ്മാവോ വാസുദേവസ്യ യത്രാവിദ്യാഖിലാ പ്രോക്താധർമ്മനിർണയ തരോമത്യവരിദ്യാത്മയോഗാനുഭാവ
लक्षणवृत्ति चतुर्विधस्य प्रलय उत्पत्ति श्रीभा तथा देहत्यागस्य राजर्षयविष्णुदानस्य श्रीमदा शाखा प्रणयस्य मार्कण्डेयस्य तथा महाविषवीनासा सूर्यस्य विराजमान ईयोक्तस्य श्रेष्ठाय कृतोऽभिमास्मिवा हीरारमणि कीर्तिदायि रसोवचा परिदस्करिदश्चाता चुत्वा वार्विशोऽभिवन् हरे नमः इत्युच्चेरमुच्यते सर्वपादः परिदस्करिदश्चाता चुत्वा वार्विशोऽभिवन् हरे എല്ലാവരും ശിരസിന്റെ മുകളിൽ കൈ വെച്ച് ഹരേ എന്നുള്ളത് പറയാം. പരിതസ്കരിതശ്ചാർത്ത ശുദ്ധ്വാവിവശോഗ്രവൻ ഹരേ സങ്കീർത്യമാനോ ഭഗവാനന്ദ സുധാർമാവോ വിസരം വിപുംസാം പ്രവിശ്യചിത്തം വിനോദ്യശേഷം ദിശാകിരസ്കാര്യസതീരതത്വകാമഗത്യതേ ഭഗവാനോക്ഷരം തദേവ സത്യം തന്മൈവാന്തരം തദേവ പുണ്യം ഭഗവത്ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശസ്യം സോമഹോത്സവം തദേവ സൗഭാഗ്യവശോഷണം നൃണം യദുത്തമസ്വോ യശോനുഗീയതേ നരദ്വരശ്ചിത്രപദം നരയശോജഗത്പവിത്രം പ്രകടീതം അത്മാക്ഷരേകം മധുഹംസദൈവേദം പ്രാചുരസ്തപ്രഹിസാധോഹര തവകൃസർഗോജനദാനം പ്രളോയസ്മിൻ ഗതിസ്വാമഗത്തവത്യവി ജ്ഞാനവരം നിരഞ്ജനം പുരാപുരശ്വരേ കൃഷ്ണവദാരവിന്ദയോ ശിനോത്യവറ്റാണി സമ്പന്നോദില സത്വസ്യ ബുദ്ധിം പരമാത്മാക്യം ജ്ഞാനം ദേവിജ്ഞാനവിദായുക്തം യോയം വിലാക്രിയാവതഭൂരിഭാഗായ ചശ്ചാത്മന്യവിരാത്മബോധം നാരായണം ദേവമദേവമീശമജസ്വഭാവാമജതാവേശ്യ അഹംകൃതം സ്നായാത്മതത്വം ശ്രുതം പ്രിയാമേ പരമശിവക്രാൽ പ്രായോപവേശേ നൃപദേ പരീക്ഷികസദസ്യക്ഷീണാം ഏതത്വകഥിതം വിപ്രാധനീയോരകർമ്മ മഹാത്മ്യം വാസ്തേവസ്യാനുവാദ്വവിനാശനം ഏവം സാവേൻ നിത്യം യാമക്ഷണാനന്ദീയ ശ്രദ്ധാവാൻ ദ്വാദശ്യാമേകാദശ്യാം വാസുനായിഷ്ടവാൻ പഴജനശ്നൻ പ്രയതസ്തോ ഭവത്യവാദി പുഷ്ടേവദായാം ദ്വാരവത്യാത്മാവാൻ ഉപോഷണം കിരാമേകാം പരിക്വാമുച്ചതേ ദേവതാമയസ്ഥിതാവിനോ ധർമ്മജമനന്തമാത്മതത്വം ജഗദയസ്തി സംയമാത്മശക്തിം യുവതിവിയചക്രജങ്കരാപ്യേ ജന്മമാലയായ ഭഗവതൗപലബ്ധിമാത്രധാമ്യേ സുരക്ഷമായ നമഃ സദ്വരേതാസത്വസഞ്ജമാവോപി അജിതരുചരീയാഷ്ടസാരസ്തരീയം വിരൽകളപയായ തത്വരീവം പുരാണം തമഖിലവൃജനഘ്നം വ്യാസസൂനം നതോസ്മി തമഖിലവൃജനഘ്നം വ്യാസസൂനം നതോസ്മി സർവ്വം ശ്രീമദ്ഭാഗവതേ ഭാഗവരാണ്
ഭാഗവതത്തിന്റെ മംഗളാചരണമാണ്. നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മയെ കണ്ടു തൊഴുന്നേ കാളികവമ്മയെ കണ്ടു തൊഴുന്നേ പാട്ടുകൾ പാടി തൊഴുന്നേ അമ്മയുടെ നാമങ്ങൾ പാടി തൊഴുന്നേ പാട്ടുകൾ പാടി തൊഴുന്നേ അമ്മയുടെ നാമങ്ങൾ പാടി തൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അപ്പോൾ തോന്നുന്ന അക്ഷര കൂട്ടങ്ങൾ അമ്മയ്ക്കു നാമങ്ങളായിടേണേ അപ്പോൾ തോന്നുന്ന അക്ഷര കൂട്ടങ്ങൾ അമ്മയ്ക്കു നാമങ്ങളായിടേണേ ചെയ്യുന്ന അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അമ്മയ്ക്കു പൂജകളായിടേണോ അപ്പോൾ തോന്നുന്ന അക്ഷര കൂട്ടങ്ങൾ അമ്മയ്ക്കു നാമങ്ങളായിടേണേ അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അമ്മയ്ക്കു പൂജകളായിടേണേ ആയിരം നാവുള്ളൊരാദി പരാശക്തി ആനന്ദരൂപിണി കൈതൊഴുന്നേ ആയിരം നാവുള്ളൊരാദി പരാശക്തി ആനന്ദരൂപിണി കൈതൊഴുന്നേ ആരാറുമില്ലാത്തോർക്കാശ്രയമേകുന്ന ആദിപരാശക്തി കൈതൊഴുന്നേ അപ്പോൾ തോന്നുന്നൊരക്ഷര കൂട്ടങ്ങൾ അമ്മയ്ക്കു നാമങ്ങളായിടേണേ അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അമ്മയ്ക്കു പൂജകളായിടേണേ ആരാരും ഇല്ലാത്തോർക്കാശ്രയമേകുന്ന ആദിപരാശക്തി കൈതൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മയെ കണ്ടു തൊഴുന്നേ കാളികവമ്മയെ കണ്ടു തൊഴുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ആയിരം നാവിൽ നീ അക്ഷരമേകിടും എൻ അക്ഷരത്തെറ്റുകൾ പൊറുത്തിടേണേ ആയിരം നാവിൽ നീ അക്ഷരമേകിടും എൻ അക്ഷരത്തെറ്റുകൾ പൊറുത്തിടേണേ അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മതൻ ആശ്രയം ദേവിതൻ ആശ്രയം അമ്മയല്ലാതെ എനിക്കാരുമില്ല ആശ്രയം
തന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മയല്ലാതെ എനിക്കാരുമില്ലാശ്രയം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മയെ കണ്ടു തൊഴുന്നേ ഞാൻ കാളികാവ് അമ്മയെ കണ്ടു തൊഴുന്നേ അമ്മയെ കണ്ടു തൊഴുന്നേ ഞാൻ കാളികാവ് അമ്മയെ കണ്ടു തൊഴുന്നേ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ഓം ശ്രീ മഹാദേവ്യേ നമോ നമഃ. മഴവില്ലുകളിപ്പോൾ നിറകണ്ണ കാണുന്നേ എന്നെന്നും സ്വാമി ഗുരുവായൂരപ്പായി കൃഷ്ണാട്ടം മാത്രം നിറകണ്ണ കാണുന്നേ എന്നെന്നും സ്വാമി ഗുരുവായൂരപ്പായി നിത്യനിരാമയ നിത്യനു മുമ്പിൽ ഞാൻ സത്യമായെത്തിയേക്ക പള്ളി കെട്ടുമായെത്തിയേക്ക പോരും വഴി നിന്റെ തോഴന ബാബര് സ്വാമിയെ വണങ്ങി വന്ദനം ചെയ്ത് ചന്ദനം ചാത്തി പേട്ടയും തുള്ളിടേണം നിത്യനിരാമയ നിത്യനു മുമ്പിൽ ഞാൻ സത്യമായെത്തിയേക്ക പള്ളി കെട്ടുമായെത്തിയേക്ക മകരസ്തമാമിയിൽ മാനത്തു നിങ്ങുന്ന ജ്യോതിഷു കാണുവാൻ കണി കാണണം മകരസ്തമാമിയിൽ മാനത്ത് നിങ്ങുന്ന ജ്യോതിഷു കാണുവാൻ കണി കാണണം ജ്യോതിഷു കണ്ട് മടങ്ങുന്നു നീ എന്റെ സങ്കടം തീർത്തിടണേ അയ്യപ്പ സന്താപം നീർത്തിടണേ നിത്യനിരാമയ നിത്യനു മുമ്പിൽ ഞാൻ സത്യമായെത്തിയേക്ക പള്ളി കെട്ടുമായെത്തിയേക്ക അഴുതയിൽ നിന്നിട്ട് കല്ലുമെടുക്കണം കല്ലുട കുന്നിൽ സ്ഥാപിക്കണം അഴുതയിൽ നിന്നിട്ട് കല്ലുമെടുക്കണം കല്ലുട കുന്നിൽ സ്ഥാപിക്കണം നീരിമല കയറി മാമലയെത്തുമ്പോ എൻ മുഖം കണ്ടിടണം അയ്യ എൻ മുഖം കണ്ടിടണം നിത്യനിരാമയ നിത്യനു മുമ്പിൽ ഞാൻ സത്യമായെത്തിയേക്ക പള്ളി കെട്ടുമായെത്തിയേക്ക പോരും വഴി നിന്റെ തോഴന ബാബരു സ്വാമിയെ വണങ്ങി വന്ദനം ചെയ്ത് ചന്ദനം കാത്തി പേട്ടയും തുള്ളിടേണം നിത്യനിരാമയ നിത്യനു മുമ്പിൽ ഞാൻ സത്യമായെത്തിയേക്ക പള്ളി കെട്ടുമായെത്തിയേക്ക ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതാരം വായിച്ചിട്ടാണ് സമർപ്പിക്കുക. ഹരേ
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമം ഭഗവാന്റെ ഭക്തിക്കാണ് ഇത് ഈ അവതാര വായനയിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുഭവാച അത സർവഗുണോപേത കാല പരമശോഭനം യർഹ്യേവാനജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുഗ്രനും നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമം പ്രജാകര നദ്യപ്രസന്നസരിയാ പ്രജാജനഹശ്രിയ ദ്വിജാരികുലസംവാദസ്തവദാവനരാര്യ ഓ വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശ്രുതി അഗ്നയശ്രദ്ധിജാതീനാം ശാന്താസ്തപ്തസമിന്ധര മനാംസ്യാസന്വസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേതസ്മിൻ നേതുർത്തുന്ദുഭയോദിനി ജഗുഃകിന്നരഗന്ധർവാഃ തുഷ്ടോസ്തിദ്ധകാരണാഃ വിദ്യാധര്യശ്ച നമൃദു അക്ഷരോഭിः സമം വദാ മുദം മുനയോ ദേവാ സുമനാം സിംദാന്യാഃ മന്ദം മന്ദം ജലധരാः ജലർജുനനുഭാവം നിശേധേരമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ നാവിരാസീത്യഥാ പ്രാച്യാം വിശേന്ദ്രിയോസ്തര സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തവത്ഭുതം ബാലകമംബുജക്ഷണം തവത്ഭുജം സംഘഗദായുധായുധം ശ്രീരസലക്ഷ്മം ഗണശോഭിലോത്ഭുതം ശ്രീരാമയം സാന്ദ്രവയോരസൗഭഗം മഹാവൈഡോല്യഗിരീരകുണ്ടരതുഷാ പരിശ്വപ്തസഹസ്രകുണ്ടലം ഉദാരകഞ്ജങ്കരകങ്കണാദിഭിः വിരോചമാനം വസുദേവ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു ചെറിയ സമർപ്പണ ഗീതവും കൂടി നമ്മൾ പതിവുണ്ട്, അതുകൂടി ചൊല്ലി സമർപ്പിക്കാം. ഹരശങ്കര ശിവ മമ വളരാൻ മരണേ മമ ഗുരുമന്ദിരമണേ മതിമരണേ ശരണേ മമ ഹരിതന്ത്രു ചരണേ രതി ശിവനേ തിരിയിങ്ങനെ ജനനീ ജനകരേയധിവാസം പരിമാമല മകതങ്കര വെറുതേ അരുണരുതേ മുരളീരവതരളീകൃതനവല്ലവനിതാ പരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി കലരുന്നൊരു മനജീവിതമിവനേ ഗുണശിവനേ മനസായക മധുസൂദന മധുസൂദന മരണാർണവതരണപ്ലവരുണാംബുജസുഭഗം ചരണം തിരുരവസൽപുരവരദേ മമ ശരണം കരുണാകരമയി നീ കൃപകലരാറെ കഴിച്ചാൽ പരുമോദരമഗജാവരാരി തൻ പരമയ ഗജനാരദ സുരനായക പണിയും തിരുവടിയും സജതാംബുര സുഭഗം തിരുവുടലും തിരുമുടിയും മധുരാരസുരയും തൊടുകുറിയും കുറുനിരയും മധുമാധുരി പൊഴിയും ഭവമൊഴിയും തിരുമൊഴിയും തിരുസുന്ദര മുഖവും ജയവഴിയും തിരുവിനിയും തിരുശേഖര വിളയാടണ മഹിഷം മമകരളിൽ കദളീഗീധരണീ സുരഭണിതം ബഹുഭഗതം മുരളീധര ചരണാംബുജലരിതം ഗുരുപതിതം പരശങ്കര ശിവശങ്കര ദുരിതം ഭവ ശിവനേ ഹരിദാസ്യമുടനിശം മമ വരണേ. ഹര ഹര നമ പാർവതീ പതയേ ഹര ഹര മഹാദേവ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. പരിപൂർണമായും നമ്മുടെ ഭാഗവതം സമർപ്പണം. അതിൽ ഒന്ന് ബാക്കിയുണ്ട്. എന്താണ്? ഇവിടെ ഈ വായിച്ചിട്ടുള്ള ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടുത്തുക ആയിരുന്നു. ഇപ്പോൾ ഭാഗവതവുമായിട്ട് എല്ലാ ദിക്കിലും പൂജാതി കാര്യങ്ങളും
ഭഗവതം വായനയൊക്കെ ആയിട്ട് അദ്ദേഹം നമുക്കും ഇവിടെ വളരെ സൗകര്യമായിട്ട് എല്ലാ തരത്തിലുള്ള പുരാതി കർമ്മങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ചു തന്നിട്ടുള്ള അദ്ദേഹത്തിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വയ്യാത്ത കാലത്ത് ഒന്നുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഒരു വയ്യായും അവഗണിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഭാഗവതം വായിക്കാൻ നമ്മുടെ ഒപ്പം ഉള്ളതായ പറളി ഗ്രാമത്തിലെ ശിവരാമസ്വാമി, അദ്ദേഹം എത്ര നന്ദി പറഞ്ഞാലും അദ്ദേഹത്തിനോട് മതിയാവില്ല. കാരണം ഭാഗവതത്തിന്റെ മുമ്പിൽ നന്ദിക്ക് വലിയ വില. അതിലേക്ക് അനുഗ്രഹം എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അതാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതായ ഭാഗവതത്തിന്റെ ചെറിയ ചെറിയ കളികൾ. അതൊക്കെ അവരുടെയാ, ഇതൊന്നും അല്ലാതെ എന്തൊക്കെയോ ചിലത് അവരുടെ അല്ലാത്തതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് കേട്ടിട്ട് നീരസം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നൊന്നുമില്ല ഞാൻ കേട്ടു. അതുകൊണ്ട് ഭാഗവതത്തിന്റെ മുമ്പിൽ ക്ഷമ ചോദിക്കുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷെ ഒന്ന് ചോദിക്കാം, എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ വായിക്കുന്നതിലോ അല്ലെങ്കിൽ പറയുന്നതിലോ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഭഗവതിയോടൊന്ന് പ്രാർത്ഥിക്കുക, വീണ്ടും നന്നായി വായിക്കാൻ, നന്നായി പറയാൻ, ജീവിതത്തിൽ ഭാഗവതം കൊണ്ട് പരിപൂർണമാക്കാൻ ആ ഭഗവതിയോട്, നിങ്ങളെ ഭഗവതിയോട്. കാരണം എൻ്റെ ഭഗവതിയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഭഗവതിയാണ്. കാരണം ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ എൻ്റെ ഒരു വലിയമ്മ താമസിച്ചിരുന്നു. ആ വലിയമ്മയെ കാണാൻ വരുന്ന സമയത്ത് ഇവിടെ പുഴയിൽ കുളിക്കാൻ വന്ന സമയത്ത് 1-2 പ്രാവശ്യം ഇവിടെ കാളികാവല് വന്നിട്ടുണ്ട്. അന്നത്തെന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം സപ്താഹത്തിന് വന്നത് ഓർമ്മയുണ്ട്. അത്രയല്ല, എല്ലാവരുടെയും തമ്മയായിട്ടുള്ള ഈ ഭഗവതിയുടെ കാരുണ്യം എല്ലാവർക്കും, ആ വാത്സല്യം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഒരു കണിക ഈയുള്ളവരിലേക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടാക്കി തന്നാൽ അതാണ് നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ, എനിക്ക് തരുന്നതായിട്ടുള്ള അനുഗ്രഹവും ദക്ഷിണയും. അല്ലാതെ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇവിടുന്ന് എന്തെങ്കിലും 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ കമ്മിറ്റിയുടെ ആൾക്കാരെടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ മഹാദീപാരാധന. ദീപാരാധനയ്ക്ക് എല്ലാവരും ആരും ഒന്ന് എഴുന്നേൽക്കണ്ട, ഇവിടെ കമ്മിറ്റിയിലത്തെ ആൾക്കാർ വന്ന് എന്താണെന്ന് പറയാം. പിന്നെ ഒരു ബാത്റൂം അത് പ്രധാനപ്പെട്ടതാണ്. അത് ഉണ്ടാക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ എന്തെങ്കിലും എല്ലാ ആളുകൾക്കും കലാപരിപാടികൾ നടത്താനുള്ള ഒരു സൗകര്യം, ഒരു സ്റ്റേജ്, ഇവയെല്ലാം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം, സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് ലക്ഷ്യത്തിലെത്താൻ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ മാർച്ച് 25-നാണ് ഇവിടുത്തെ വേല വരുന്നത്. അതിനു മുമ്പായിട്ട് അതുപോലെ തന്നെ ഈ മാസം 21 മുതൽ 28 വരെ പൂജാതി കർമ്മങ്ങൾ ഇവിടെ നടത്തുകയും അതുപോലെ തന്നെ ഈ വേദിയെ ഭക്തിസാന്ദ്രപൂർവമാക്കുകയും ചെയ്ത ശ്രീ ബ്രഹ്മശ്രീ വൈദികൻ കപ്ലിങ്ങാട് കൃഷ്ണൻ നമ്പൂതിരി അവരുകളെ നന്ദി രേഖപ്പെടുത്തുകയാണ്. സഹ ആചാര്യൻ ശ്രീ ബ്രഹ്മശ്രീ ശിവരാമയ്യർ അവർ കാളികാവ് മേൽശാന്തി ശ്രീ സുബ്രഹ്മണ്യൻ എമ്പ്രാന്തിരി.
കാവ് മേൽശാന്തി സുരേഷ് കുളങ്ങര. ഭക്തജനങ്ങൾക്ക് അന്നദാനം ഒരുക്കി തന്ന ശ്രീ രാധാകൃഷ്ണൻ, മംഗലശ്ശേരി കാറ്ററിംഗ്, കോട്ടായം. ശബ്ദവും വെളിച്ചവും ഒരുക്കി തന്ന സതീഷ് MSN സൗണ്ട്, മാത്തൂർ. പന്തലും സ്റ്റേജും ഒരുക്കി തന്ന ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മി പന്തൽ വർക്സ്, മങ്കര. അങ്ങനെ എല്ലാ ഭക്തജനങ്ങൾക്കും, ഇവിടെ ഇതേവരെ എല്ലാ ദിവസവും എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ഈ ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അവസാനമായി നമ്മുടെ സഹോദര തുല്യനായ നമ്മുടെ ഈ എന്താ പറയാ നീലവന പരമേശ്വരൻ നമ്പൂതിരി അവരുകളെ ഞാൻ അവസാനമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കും. ഗുരുനാഥനോടുള്ള സ്നേഹം, എന്നോടുള്ള സ്നേഹം, അതിൽ കൂടെ നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരും അനുഭവിക്കുക. അതിൽ ചൊല്ലിയിട്ടുള്ള ഓരോ വാക്കുകളും ആവശ്യമുള്ളപ്പോൾ കാക്കുവാനും, വയ്യാത്ത കാലം വന്നുപോയി എന്നുള്ളതും ഒരിക്കൽ കൂടി കാരുണ്യം കാണിക്കണേ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്കിതാ വീണ്ടും അതിൻ്റെ അവസാനത്തെ ഈരടികൾ ചൊല്ലി ദീപാരാധന കഴിക്കാം. കൈ രണ്ടും കൂപ്പി ഞാൻ പിന്തുണീനക്കുന്നു, നീരജ ലോചന നിന്നോടായി. ഏതീനോ മന്യനെ കുമ്പീരേണ്ടാത്തോരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി, ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ, ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം, ശരണം മേ തവ ചരണയുഗം. ഹര ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ. ജാനകീ ജീവനസ്മരണം, ജയ ജയ രാമ രാമ. എല്ലാവരും കൈ മുകളിലേക്ക് ഉയർത്തി ഹരേ രാമ മന്ത്രം ജപിക്കുകയാണ്. ഹരേ രാമ, ഹരേ രാമ, ഹരേ രാമ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ, രാമ ഹരേ കൃഷ്ണ, കൃഷ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. മങ്കര കാളികാവിലെ ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ചുള്ള പ്രസാദഊട്ട് വളരെ ചിട്ടയുള്ളതും ഗംഭീരവുമാണ്. ആയിരക്കണക്കിന് ഭക്തർക്ക് ഭക്ഷണമൊരുക്കുന്ന ഭക്ഷണ കമ്മിറ്റി പ്രശംസ അർഹിക്കുന്നു.
എല്ലാ ദിവസവും ഉച്ചഭക്ഷണവും പ്രഭാത ഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണവുമെല്ലാം ഒരുക്കുന്ന ഈ ഒരു സംവിധാനം ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലൊന്നും കാണാത്തതാണ്. ഇത്ര ഗംഭീരമായ പ്രസാദഊട്ട് നടത്തുന്ന ക്ഷേത്രങ്ങൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷവും ഞങ്ങൾ മങ്കര കാളികാവിലെ പ്രസാദഊട്ടിനെ പറ്റി സവിസ്തരം വിശദീകരിച്ചിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ കൂടി ഭക്തർ കാണേണ്ടതാണ്. യാനന്ദന്തിവതിഷ്ഠന്തി ലോകനാഥ സുരേശ്വര ഭഗവാൻ വിശ്വാത്മാ പാവന ശ്രീനികേതന വയം തത്രാപി ഭൃഗവ ശിഷ്യോസ്യാദപിതാസുര അസ്മദ്ധാര്യം ധൃതവതി ശൂദ്രോ വേദമിവാസതി ഏവം ശപന്തിം ശർമിഷ്ഠ ഗുരുപുത്രീം അഭാഷത രുഷാ ശ്വസന്തുരം ഗീവധഷിതാദഷ്ടദച്ഛത ആത്മവൃത്തമവിജ്ഞായ ഗദ്ധസേ ബഹുവിക്ഷുകെ കിം ന പ്രതീക്ഷസേ സ്മാകം ഗൃഹാൻ ബലിഭുജോ യഥാ ഏവം വിധൈ സുപരുഷൈ ക്ഷിപ്ത്വാചാര്യസുതാം സതിം ശർമിഷ്ഠാ പ്രാക്ഷിപൽകോപേ വാസ ആദായ മന്യുന തസ്യാം ഗതായാം സ്വഗൃഹം യയാതിർമൃഗയാം ചരൻ പ്രാപ്തോ യദൃച്ഛയാ ഗോപേ ജലാർത്ഥീതാം ദദർശഃ ദത്വാ സ്വം ഉത്തരം വാസസ്തസ്യൈ രാജാ വിവാസസേ ഗൃഹീത്വാ പാണിനാ പാണിം ഉജ്ജഹാരതയാ പര തം വീരമാഹൗ ശനസി പ്രേമി നിർഭരയാ ഗിര രാജൻ ത്വയാ ഗൃഹീതോ മേ പാണിപരപുരം ജയ ഹസ്തഗ്രാഹോ പരോമാ ഭൂൽ ഗൃഹീതായാസ്ത്വയാ हि मे एष ईशकृतो वीरसम्बन्धो नौ न पौरुष यत् इदं गोपलग्नाय भवतो दर्शनं मम न ब्राह्मणो मे भविता हस्तग्राहो महावचकस्य बार्हस्पत्यस्य शापाद्यम् अशपम्बुरा ययादिर् अनभिप्रेतं दैवोपहृतमात्मना मनस्तु तद्गतं बुद्ध्वा प्रतिजग्राहतल्वजा गते राजनि सा वीरे तत्र स्मरुतदीपितो न वेदे तत् सर्वोक्तं शर्मिष्ठया कृतं दुर्मना भगवान् काव्यः पौरोहितविगर्हे स्तुवन् मृत्युं च कापोतिं दुहित्रासयो पुरा वृषपर्वातमाज्ञा प्रत्यनेकविवक्षितं गुरुं प्रसादेन्मूर्ध्ना पादयो पतितः पथे क्षणार्धमन्युर्भगवान् शिष्यं वाजिष्ठभार्गवकामोऽस्या क्रीतां राजन्नैनां त्यक्तुमिहोत्सहे तथेत्यवस्थिते प्राह देवयानी मनोगतं पित्रा दत्ता यतो यासि सानुगायातु मामनु स्वानां तत्सङ्गडमीक्षतदर्धस्य च गौरवं देवयानी बद्धजरश्री सहस्रेण दासवत् नाहुषाय सुतां दत्त्वा सह शर्मिष्ठयोशनां तमाहराजन् शर्मिष्ठमाधास्तल्पेन गर्हिजित् विलोक्य ऊशनसीं राजं शर्मिष्ठास प्रजां कुजल तम् एव प्रेरहसि सख्यापतिमृताौ ऋतौ सति राजपुत्र्यार्थितो अपत्ये धर्मं चावेक्ष्य धर्मविद् स्मरन् शुक्रवचः कालेदिष्टमेवाभिवद्यत यदुं च दुर्वसं चैव देवयानी विचारिता द्रुह्युं चानुं च पूरुं च शर्मिष्ठा वर्षपर्वणि गर्भसम्भवमासुट्या भर्तुर्विज्ञायमानिनि देवयानी पितुर्गेहमेव क्रोधैमूर्छिता प्रियाम् अनुगतः कामिवचो प्रपमन्त्रयन् न प्रसादयितुं शेके पादसंवाहनादिवि शुक्रस्तमाः कुपितः स्त्रीकामान् नृतपूरुष त्वां चरो विशदां मन्दविरूपकरणीन्द्रनां ययातिरुवाच अधृतोऽस्मिद्यकामानां ब्रह्मं दुहितरिस्मते इत्यस्य दामिथा कामवैसायोभिदास्यति इति लब्धव्यवस्थानपुत्रं ज्येष्ठमवोचत यतो तादप्रतीक्षे मां जरां देहि निजं वया मातामहकृतां वत्सा दत्तो विशेषुहं वयसा भवति रंस्ये कतिपया समाम् यदुर्वाच नोत्सहे जलसंस्थातुमन्दरा प्राप्तयादवा विद्यत्वा सुखं ग्रामवैतृष्ण्यं नैति पौरुष पूर्वसुश्चोद्यपित्रा द्रुह्युश्चानुश्च भारत प्रत्याजकिरधर्मज्ञां हनित्ये नित्यबुद्धया अवृच्छल्तनयं पूर्वं वयसोनं गुणाधिकं न त्वम् अग्रजवल्वल्समां प्रत्याख्यातुमर्हसि पूरुर्वाच को नु लोके मनुष्येन्द्रुद्रात्मकतः पुमान् प्रतिकर्तुं क्षमो यस्य प्रसादाविन्दते परम् उत्तमश्चिन्तितं कुर्यात् प्रोक्तकारी तु मध्यम अधमो अश्रद्धया कुर्यात् अगर्तो चरितं पितुः इति प्रमुदितः पूर्वप्रत्यग्रहणाचरां पितुः सोऽपि तद्वैसाकामनिधावज्जुषे नृप सप्तद्वीपवति सम्यक् पितृवत्पालयन् पचा यथोपजोषमिष्यान् जुजुषे व्याहतेन्द्रिय देवयान्यप्यनुदिनं मनोवाग्देहवस्तुभिः प्रयसवरमां प्रगमुवाह प्रयसीरः आयजयज्ञपुरुषं कृतिभिर्भूरिदक्षिणैः सर्वदेवमयं देवं सर्ववेदमयं हरिं यस्मिन्निदं विरजम्बं नीव जलदावलि नानेव पादिनाभासप्नमाया मनोरथ तमेव दिविन्यस्य वासुदेवं गुहाशयं नारायणमणीयां सन्निराशीरजत्प्रभुम् एवं वर्षसहस्रणमनःषष्ठे मनस्सुखं विदधानोऽभिनातृप्रसार्वभौमकदिन्द्रियैः ॐ नमो भगवते वासुदेवाय श्रीमद्भागवते नवमस्कन्धे ययातिचरिते अष्टादशोऽध्याय गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दाथ एकोनविंशोऽध्याय श्रीशुकोवाच स इत्थम् आचरन् कामान् श्रेणोपन्नवमात्मना
ബുദ്ധ്വാ പ്രിയായി നിർവിണ്ണോ ഗാഥാമേകേതാമകായത ശൃണു ഭാർഗവ്യമും ഗാഥാമൽവിധോ വിധാചരിതാം ഭവി ധീരായസ്യാനുശോചന്തി വനേ ഗ്രാമനിവാസിനവസ്ഥ ഏകോ വനേ കശ്ചൽ വിജിന്നം പ്രേമാത്മന തദൃശ്ച കൂപേ പതിതാം സകർമ്മശകാമജാം തസ്യാ ഉദ്ധാരണോപായം വസ്തകാമി വിചിന്തയൻ വ്യഥത്തതീർത്ഥമുദ്ധൃത്യ വിഷാണാഗ്രേണ രോദസി സ്വത്തീരകൂപാശുശ്രൂണീതം ഏവ ജഗമേകിനാതയാവൃതം സമുദ്വീക്ഷ്യ ബാഹ്യോജാ കാന്തകാമിനി പീവാനം സംശ്രം പ്രേഷ്ടമീഢ്വാം സമയാഭിഗോവിദം സ ഏകോജ വൃഷസ്താസാം ബഹ്വീനാം രതിവർധന രേമേ കാമഗ്രഹഗ്രസ്താത്മാനന്നാവ ബുദ്ധ്യത തം ഏവ പ്രേഷ്ടതമയാരമമാണമജാനീയ വിലോക്യഗോപസംവിജ്ഞാനാം ശ്രുവസ്തകർമ്മദത് തം ദുർഹൃതം സുഹൃദ്രൂപം കാമിനം ക്ഷണസൗഹൃദം ഇന്ദ്രിയാരാമുത്സൃജ്യ സ്വാമിനം ദുഃഖിതായയോ സോവിജാനുഗതസ്ത്രയേണ കൃപണസ്താം പ്രസാദ്യം കുറുവനിടവിടാകാരം നാശഗ്നോൽപതി സന്ധിതം തസ്യാസ്തത്ര ദ്വിജഃ കശ്ചിൽ അജാസ്വാമിച്ഛിന ദൃശ ലംബന്ധം വൃഷണം ഭൂയ സന്തതീർഘായ യോഗവിധി സംബദ്ധ വൃഷണ സോപി ഹജയാ ഗോപലബ്ധയാ കാലം ബഹുദിതം ഭദ്രേ കാമൈർനാദ്യാ വിദുഷ്യതി തഥാഹം കൃപണസ്തു ബ്രൂ ഭവത്യാ പ്രേമേന്ദ്രിത ആത്മാനം നാഭിജാനാമി മോഹിതസ്തവമായയാ യത് പൃഥിവ്യാം വ്രീഹ്യവം ഹിരണ്യം പശവസ്ത്രിയാ ന ദുഃഖ്യന്തി മനഃപ്രീതിം പുംസകാമഹദസ്യതേ ന ജാതുഃ കാമഃ കാമാന ഉപഭോഗേന രാശാമ്യതി അവിശാ കൃഷ്ണവത്മേവ ഭൂയേവാഭിവർദ്ധതേ യഥാ ന കുരുതേ ഭാവം സർവഭൂതേഷു